ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ 2 കപ്പലുകൾ പിടിച്ചെടുത്തു. മൂന്നാമത്തേതിന് നേരെ വെടിയുതിർത്തു. പനാമയുടെ പതാകയേന്തിയ MSC ഫ്രാൻസിസ്ക, ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള എപ്പാമിനോന്തസ് എന്നീ കപ്പലുകൾ ഇറാൻ സൈന്യം പിടിച്ചെടുത്തു. യൂഫോറിയ എന്ന മൂന്നാമതൊരു കപ്പലിന് നേരെ ഇറാൻ വെടിയുതിർക്കുകയും ചെയ്തു. നിലവിൽ ഈ കപ്പൽ ലാറക് ദ്വീപിന് സമീപം തകരാറിലായ നിലയിലാണ്. ഈ കപ്പലുകൾ സമുദ്ര നിയമങ്ങൾ ലംഘിച്ചുവെന്നും നാവിഗേഷൻ സംവിധാനങ്ങളിൽ കൃത്രിമം കാട്ടി കടലിടുക്കിലൂടെ അനധികൃതമായി കടന്നുപോകാൻ ശ്രമിച്ചുവെന്നുമാണ് ഇറാന്റെ ആരോപണം. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് നേരെ അമേരിക്കൻ നാവികസേന ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം പിൻവലിക്കില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെതിരെയുള്ള തിരിച്ചടിയായാണ് ഇറാൻ കപ്പലുകൾ പിടിച്ചെടുത്തത്. സുരക്ഷാ കാരണങ്ങളാൽ പല കമ്പനികളും ഈ വഴിയിലൂടെയുള്ള കപ്പൽ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെക്കുകയോ വഴി തിരിച്ചുവിടുകയോ ചെയ്തിട്ടുണ്ട്. കടലിൽ മൈനുകൾ സ്ഥാപിക്കുകയോ അമേരിക്കൻ കപ്പലുകളെ പ്രകോപിപ്പിക്കുകയോ ചെയ്യുന്ന ഇറാനിയൻ ഗൺ ബോട്ടുകളെയും മറ്റ് കപ്പലുകളെയും കണ്ടാലുടൻ വെടിവെച്ച് തകർക്കാൻ പ്രസിഡന്റ് ട്രംപ് US നാവികസേനയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കൻ നാവികസേനയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാവുന്നതിനും ഇറാൻ ശ്രമിക്കുന്നുവെന്നാണ് ട്രംപ് ആരോപിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് വലിയ വിവാദത്തിന് കാരണമായത്. ലോകത്തിലെ മലിനീകരണത്തെക്കുറിച്ച് സംസാരിക്കവേ ഇന്ത്യയെയും ചൈനയെയും നരകക്കുഴികൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. പാരീസ് കാലാവസ്ഥാ കരാറിനെ വിമർശിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഈ ഒരു പരാമർശം നടത്തിയത്. അമേരിക്ക പരിസ്ഥിതി നിയമങ്ങൾ കർശനമായി പാലിക്കുമ്പോൾ ഇന്ത്യയും ചൈനയും റഷ്യയും വായു മലിനീകരണം തുടരുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇന്ത്യയിലെയും ചൈനയിലെയും വായു നിലവാരം വളരെ മോശമാണെന്നും ആ മലിനീകരണം അമേരിക്കയിലേക്ക് എത്തുന്നുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വിവാദ പരാമർശം ഇന്ത്യയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായതോടെ ട്രംപ് ഇന്ത്യയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പ്രശംസിച്ചുകൊണ്ട് പുതിയ പ്രസ്താവന നടത്തി. ഇന്ത്യ ഒരു മഹത്തായ രാജ്യമാണെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്നും ട്രംപ് വിശേഷിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ നല്ല സുഹൃത്ത് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇന്ത്യയുമായുള്ള ബന്ധം അമേരിക്കയ്ക്ക് വളരെ പ്രധാനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്നലെ തെക്കൻ ലെബനനിലെ ചില പ്രദേശങ്ങളിൽ ഇസ്രയേൽ ശക്തമായ വ്യോമാക്രമണം നടത്തി. തെക്കൻ ലെബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പ്രമുഖ മാധ്യമപ്രവർത്തകയായ അമൽ ഖലീൽ ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടു. ലെബനനിലെ പ്രമുഖ പത്രമായ അൽ അക്ബറിലെ മാധ്യമപ്രവർത്തകയായിരുന്നു കൊല്ലപ്പെട്ട അമൽ ഖലീൽ. യുദ്ധമേഖലയിലെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് അവർ കൊല്ലപ്പെട്ടത്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ലെബനനും ഇസ്രയേലും തമ്മിലുള്ള 2ാം ഘട്ട സമാധാന ചർച്ചകൾ ഇന്ന് വാഷിംഗ്ടണിൽ നടക്കുന്നു. ഹംഗറിയുമായുള്ള തർക്കങ്ങൾ പരിഹരിച്ചതിനെ തുടർന്ന് യുക്രൈന് 90 ബില്യൺ യൂറോയുടെ വായ്പ നൽകാൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചു. യുക്രൈനുള്ള ഈ ഒരു വമ്പൻ സാമ്പത്തിക സഹായം ഹംഗറി ദീർഘകാലമായി തടഞ്ഞുവച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഒടുവിൽ നടന്ന ചർച്ചകളിൽ ഹംഗറി തങ്ങളുടെ എതിർപ്പ് പിൻവലിച്ചതോടെയാണ് വായ്പ അനുവദിക്കപ്പെട്ടത്. യുദ്ധം തകർത്ത യുക്രൈന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നതിനും രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നതിനുമാണ് ഈ ഒരു തുക പ്രധാനമായും ഉപയോഗിക്കുക. US നേവി സെക്രട്ടറി ജോൺ ഫെലാൻ തന്റെ പദവിയിൽ നിന്ന് അപ്രതീക്ഷിതമായി പടിയിറങ്ങി. അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള പുനഃസംഘടനയുടെ ഭാഗമായാണ് ഫെലാന്റെ ഈ പെട്ടെന്നുള്ള പുറത്തുപോകൽ കണക്കാക്കപ്പെടുന്നത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഉടൻ പ്രാബല്യത്തിൽ വരും വിധം അദ്ദേഹം പദവി ഒഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കപ്പൽ നിർമ്മാണത്തിലെ കാലതാമസത്തെ ചൊല്ലിയും പ്രതിരോധ നയങ്ങളിലെ മാറ്റങ്ങളെക്കുറിച്ചും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇതിന് പിന്നിലെന്ന് പറയപ്പെടുന്നു. വിയറ്റ്നാം വംശജനും 25 വർഷത്തെ സേവന പാരമ്പര്യവുമുള്ള നാവികസേനാ ഉദ്യോഗസ്ഥൻ ഹുങ് കാവോ പുതിയ ആക്ടിംഗ് നേവി സെക്രട്ടറിയായി ചുമതലയേറ്റു. പശ്ചിമ ബംഗാൾ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ നിർണായകമായ 1ാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കുന്നു. ആദ്യ മണിക്കൂറുകളിൽ തന്നെ വൻ പോളിംഗ് ആയിരുന്നു ഇരു സംസ്ഥാനങ്ങളിലും രേഖപ്പെടുത്തിയത്. ബംഗാളിൽ രാവിലെ മുതൽ തന്നെ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. ബംഗാളിലെ മുർഷിദാബാദിലെ വോട്ടെടുപ്പിനിടെ തൃണമൂൽ കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. കേരളത്തിൽ പാമ്പുകടി ഏൽക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വർദ്ധിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ ഒരു കുട്ടി മരിച്ചു. തിരുവനന്തപുരത്ത് ഒരു കുട്ടി മരിച്ചു. കായംകുളത്ത് ഒരു സ്ത്രീ മരിച്ചു. കാലാവസ്ഥാ വ്യതിയാനവും പാമ്പുകളുടെ ആവാസ വ്യവസ്ഥയിലുണ്ടായ മാറ്റങ്ങളുമാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കേരളത്തിൽ കാണപ്പെടുന്ന പാമ്പുകളിൽ വലിയൊരു ശതമാനവും വിഷമില്ലാത്തവയാണ്. എന്നാൽ അണലി, മൂർഖൻ, വെള്ളിക്കെട്ടൻ, ചുരുട്ടമണ്ഡലി എന്നിവയുടെ കടിയേറ്റാൽ മരണം വരെ സംഭവിക്കാം. പാമ്പുകടി ഏറ്റാൽ ഒന്നാമതായിട്ട് ടെൻഷൻ അടിക്കരുത്. പരിഭ്രാന്തി ഉണ്ടായാൽ അത് രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും വിഷം വേഗത്തിൽ പടരാൻ കാരണമാകുകയും ചെയ്യും.
രണ്ടാമത് അനങ്ങാതിരിക്കുക. കടിയേറ്റ ഭാഗം ഹൃദയത്തിൻ്റെ നിരപ്പിന് താഴെയായി വയ്ക്കുക. ഓടാനോ നടക്കാനോ ശ്രമിക്കരുത്. മൂന്നാമത് മുറിവ് കഴുകുക. സോപ്പും വെള്ളവും ഉപയോഗിച്ച് മുറിവ് പതുക്കെ കഴുകാം. നാലാമത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. എത്രയും വേഗം ആൻറ്റി വെനം സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കുക. ചെയ്യരുതാത്തതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മുറിവിൽ ബ്ലേഡ് ഉപയോഗിച്ച് കീറാൻ ശ്രമിക്കരുത്. വിഷം വായ കൊണ്ട് വലിച്ചെടുക്കാൻ ശ്രമിക്കരുത്. കടിയേറ്റ ഭാഗത്തിന് മുകളിൽ കയറോ മറ്റോ ഉപയോഗിച്ച് വരിഞ്ഞ് കെട്ടരുത്. ഇത്തരത്തിൽ കെട്ടിയാൽ ഇത് രക്തയോട്ടം നിലച്ച് ആ ഭാഗം അഴുകിപ്പോകാൻ കാരണമാകും. മന്ത്രവാദം പോലെയുള്ള അശാസ്ത്രീയ ചികിത്സകൾ തേടരുത്. എടുക്കേണ്ട മുൻകരുതലുകൾ ഇവയാണ്. പാമ്പിൻ്റെ കടി ഏൽക്കാതിരിക്കാൻ വീടും പരിസരവും കാടു കയറാതെ വൃത്തിയായി സൂക്ഷിക്കുക. രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ ടോർച്ചും വടിയും കയ്യിൽ കരുതുക. വിറക് കൂനകൾ, കല്ലുകൂനകൾ എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. തറയിൽ കിടന്നുറങ്ങുന്നത് ഒഴിവാക്കുക.